ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഇതല്ലേ, എന്ത് രസമല്ലേ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. വളരെ മനോഹരമാണ്. അതെന്താ വേർപ്പ? അതാണ് കൂവയെന്ന് പറയും. നല്ല രസമുണ്ടല്ലോ കാണാൻ. നമുക്ക് അതിന്റെ അടുത്ത് ആ, എന്ത് രസമല്ലേ ഇതിന്റെ പൂവ് കാണാൻ. ആ അതെ, നല്ല രസം. ഇത് കഴിക്കാൻ കൊള്ളാം നമുക്ക്. അതെ അല്ലേ, ഇതാണ് കൂവപ്പൂവ്. ഈ കൂവയുടെ പൂവാണ് ഇത്. ഇതിന്റെ കിഴങ്ങെന്ന് പറയും. ഇതാണ് കൂവയുടെ കിഴങ്ങ്, കണ്ടോ. ഇത് ഭക്ഷണം പെട്ടെന്ന് ഇന്ന് പറിച്ചത് ഉടനെ നമ്മൾ കഴിക്കാൻ പറ്റിയില്ല. ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതെ, അതായത് കാരണം ഇത് അരയ്ക്കണം. ശരിക്കും അതിനകത്ത് പ്രത്യേകിച്ച് ഈ പാട്ട കൊണ്ടൊരു ഇത് ഉണ്ടാക്കിയിട്ട്, കാരണം അരയ്ക്കാണ്ട് ഇങ്ങനെ വെച്ചാൽ അത് ശരിക്കും നല്ല അരഞ്ഞു കിട്ടും. അതായത് നമുക്ക് ഇത് കല്ലിൽ വെച്ചല്ല, കല്ല് വെച്ച് അരയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ പ്രത്യേക ഇതുണ്ട്. കൂവ അരയ്ക്കാന്നൊരു മേടിക്കാനുണ്ട്, വാങ്ങിക്കാൻ കടയിലൊക്കെ കിട്ടും. അത് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉരച്ചാൽ മതി. അപ്പൊ ശരിക്കും നൈസായിട്ട് നല്ലത് കിട്ടും. എന്നിട്ട് അത് കുറച്ച് വെള്ളം കലത്തിൽ വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇത് ഇടണം. ഇടുവെച്ച് അങ്ങനെ കുറച്ച് കലക്കണം. ഇങ്ങനെ കലക്കിയിട്ട് കുറച്ച് നേരം വെക്കണം. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഊറ്റിക്കളയണം. ഊറ്റിക്കഴിയുമ്പോഴേ കാണാന്ന് വെച്ചാൽ ഒരു നിറമുണ്ടല്ലോ, സാധാരണ മഞ്ഞ നിറം കേട്ടോ. ഇതന്നെ കൂവ സാധാരണ 3 ഇനം കൂവയാണ് ഇവിടെ ഉള്ളത്. അത് ഇത് മഞ്ഞക്കൂവ, പിന്നെ നീലക്കൂവ, പിന്നെ വെള്ളക്കൂവ, ഇങ്ങനെ 3 സൈസ് കൂവയുണ്ട്. പക്ഷെ ഇവിടെ വ്യാപകമായിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഏറ്റവും നല്ലതാണ്, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അരച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഊറ്റിക്കളയണം. ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ഊറ്റിക്കളയുമ്പം നല്ല നിറം കിട്ടും, നല്ല വെള്ള നിറം കിട്ടും. അത് കാണുന്നത് വീട്ടിൽ കളഞ്ഞ് ശരിക്കും വാരിയിട്ട് ഉണങ്ങി വെയിലത്ത് ഉണങ്ങി വെച്ച് ഉണക്കി നല്ല ശരിയാക്കാൻ. ഏത് ഭക്ഷണം ഞാൻ പറഞ്ഞില്ല, കുറുക്കി തിന്നുകയെന്ന് പറഞ്ഞ ഇടപാട് കേട്ടോ. കാരണം കുറച്ച് മധുരമൊക്കെ ചേർത്ത് കരിപ്പെട്ടിയോ അല്ല ശർക്കരയൊക്കെ ചേർത്ത് കുറുക്കുന്നത് എത്ര നല്ലതാണ് ശരീരത്തിന്. ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് പൊടി ഇടണം, കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ, കാരണം തവി കൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ കുറച്ച് ഉറഞ്ഞു കിട്ടുവേ. അത് ഏറ്റവും ഭക്ഷണം നല്ല സാധനം. അതല്ലേ, പേരപ്പനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എനിക്ക് 80 വയസ്സുണ്ട്. അതെ, പേരപ്പന് 80 വയസ്സുണ്ട്. പേരപ്പൻ പറയാ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ കൂവയും കൊണ്ടൊക്കെ കുറുക്കൊക്കെ കഴിച്ചിട്ടാണ് ഇത്ര ആരോഗ്യം പറയാണ്. കാരണം ശരീരത്തിന് അത്രയും നല്ലതാണ് കൂവ. പിന്നെ എന്തൊക്കെയാ പേരപ്പ കൂവപ്പൊടി വെച്ച് ഉപയോഗിക്കും? കുറുക്കി തിന്നെയാണ് കുഞ്ഞു പിള്ളേർക്ക് ഏറ്റവും നല്ലതാണ് കുറുക്കായിട്ടല്ലേ. നമ്മള് ശർക്കരയും പഞ്ചസാര ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ശർക്കരയും കരിപ്പെട്ടിയൊക്കെ കരിപ്പെട്ടിയേ അല്ലേ, കരിപ്പെട്ടി. അതെ അല്ലേ. അപ്പൊ പേരപ്പ അപ്പൊ ഈ മഞ്ഞക്കൂവ എന്ന് പറയുന്ന ഈ മഞ്ഞ കളർ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കൂവ ഈ വേരന്നെ ചെത്തി കളഞ്ഞിട്ട് വാട്ടണം. വേറെ ചെത്തി കളഞ്ഞിട്ട് ഇത് കഷ്ണിച്ചിട്ട് വാട്ടിട്ട് കീറിയിട്ട് ഉണങ്ങാൻ വെച്ചിട്ട് അത് വിൽക്കുകയാണെങ്കിൽ നല്ല പൈസയും ആകാരത്തിനല്ല വിൽപ്പനയ്ക്കും കൊള്ളാം. അതെ അതെ. അപ്പൊ ഇതാണ് കൂവയുടെ കിഴങ്ങെന്ന് പറയുന്നത്. ഇത് മഞ്ഞ കൂവയാണ്. 3-4 ടൈപ്പ് കൂവയുണ്ട്. അതിലിത് മഞ്ഞ കൂവയാണ്. കണ്ടോ, മഞ്ഞ കളറ് കണ്ടോ, മഞ്ഞ കളറ്. അപ്പോൾ പേരപ്പ ഈ എല്ലാ കിഴങ്ങിനും ഈ ഒരു വലിപ്പം കാണുമോ, അതോ ഇതിന്റെ സാധാരണ ഇതിന്റെ കിഴങ്ങിന് ഈ വലിപ്പമാണോ? കൂടുതൽ വലിപ്പമുണ്ട്. കാരണം ഇതിന് പ്രത്യേകം വളമൊന്നും ചെയ്യുന്നില്ല. വനമേഖല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ സാധാരണ പറമ്പിലെല്ലാം ഉള്ളതാണ്. പിന്നെ നീലക്കോവെന്നുണ്ട്, അത് ഭയങ്കര ആവശ്യം. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ അല്ലേ. അപ്പോൾ പേരപ്പൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഈ കൂവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. വളരെ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് കൂവ. ഇത് മഞ്ഞ കൂവയാണ്. പിന്നെ പേരപ്പൻ പറഞ്ഞല്ലോ ഇത് എങ്ങനെയാണ് നമ്മൾ കൂവ പൊടിച്ചെടുക്കുന്നത് എന്നുള്ളത് പേരപ്പൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ഇത് കുറുക്കുന്ന രീതി നമുക്ക് പേരപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പൂവ് അല്ലേ പേരപ്പ, നോക്ക് ഈ പൂവെന്ന് പറയുന്നത് നോക്ക്, നമ്മൾ എന്ത് രസമാണ്. ഇത് തേനീച്ചയൊക്കെ ഇത് പിടിക്കും, തേനീച്ചയ്ക്ക് വരും. അതെ അതെ. നമ്മളിപ്പം എന്താ പറയാ ബൊക്കയ്ക്കൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറിന് പകരം ഇത് എങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കാനൊക്കെ അല്ലേ പേരപ്പ അല്ലേ, കൊടുക്കാൻ നല്ലതല്ലേ. അങ്ങനെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പണ്ടൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ നല്ല രസമല്ലേ ആ കളർ, ഒരു എന്ത് രസമാണ് കാണാൻ. പിന്നെ ഇതിന്റെ
വേരൊക്കെ ചെത്തി കളയണം. വേര് ചെത്തണം. അപ്പൊ വേര് ചെത്തി കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ പീസാക്കി ഭക്ഷണത്തിന് അരച്ചെടുക്കുക. മറ്റേ വിൽപ്പനയ്ക്ക്, കാരണം ഇത് വാട്ടി ഉണങ്ങിയിട്ട് വാട്ടി കീറി ഉണങ്ങിയിട്ട് അത് വിൽപ്പനയ്ക്ക് കടയിലെല്ലാം മിക്കവാറും കടയിലെല്ലാം കൊടുക്കും. അതെ അല്ലേ? അതെ അതെ. അപ്പൊ ഇതിനകത്ത് ഒരു ഇതെന്ന് വെച്ചാൽ നാച്ചുറൽ ആണ്, ഒരു വളം മായമില്ല, ഒരു വളവും ചേർക്കാതെ ഉള്ള ഒരു മായം ഇല്ലാത്തൊരു കിഴങ്ങായത്. അപ്പം ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കാം, നമ്മൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കൂവ കിഴങ്ങ്, കൂവപ്പൊടി അല്ല കൂവ പൂവ്. അപ്പം തീർച്ചയായിട്ടും ഈ കൂവ എന്നൊരു ഇതുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വീടുകളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ കൂവ കിട്ടിയിട്ടുണ്ടെങ്കിൽ പേരപ്പം പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കുറുക്കാക്കി കഴിച്ചു നോക്കുക. അപ്പം അത്ര ഗുണമാണല്ലോ ഇത്. കാരണം സാധാരണ ഇവിടെ നട്ടു വളർത്തില്ല, പക്ഷേ ബാക്കിയുള്ള ചില പ്രദേശങ്ങൾ നട്ടു വളർത്തുന്നു. നട്ടു വളർത്തും അല്ലേ? ഇവിടെയൊക്കെ നട്ടു വളർത്തും. അതെ അതെ. അപ്പൊ പേരപ്പം പറഞ്ഞ ഇത് നട്ടു വളർത്തേണ്ട ഒരു ആവശ്യമില്ല, ഇത് തന്നെ ഉണ്ടായി വരും അല്ലേ? ചില ഭാഗത്ത് ഈ കൂവ ധാരാളമായിട്ട് ഉണ്ടാവും. പിന്നെ നട്ടു വളർത്തുന്നവരും ഉണ്ടല്ലേ, അതില്ലാത്തവർ നട്ടു വളർത്തുന്നവരും ഉണ്ട്. അപ്പം ഇതാണ് കൂവക്കിഴങ്ങ്. അപ്പം പേരപ്പ ഒരു ഹായ് പറഞ്ഞേ. താങ്ക് യു. അയ്യോ, അപ്പൊ ശരി.